ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അപ്പുവിന്റെ കാര്യമോർത്ത് വിഷമിച്ച് കരയുന്ന ശ്രീകുട്ടിയാണ് കാണിക്കുന്നത്. അതേസമയം വസുന്ധര ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, എന്താ മോളെ, മോൾ എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഇത് കേൾക്കുന്ന ശ്രീകുട്ടി പറയുകയാണ്, അത് എൻ്റെ അപ്പുവേട്ടൻ്റെ ഓപ്പറേഷൻ ഇന്നാണ്. മോള് വിഷമിക്കണ്ട, അപ്പുവേട്ടന് സുഖമാകും, മുത്തശ്ശിയല്ലേ പറയുന്നത്. അപ്പുവിനൊന്നും സംഭവിക്കില്ല, മോളുമായിട്ട് ഇനിയും അവൻ കൂട്ടുകൂടുകയും ചെയ്യും. എന്നാലും എനിക്ക് സങ്കടം വരുന്നെന്ന് പറഞ്ഞ് ശ്രീകുട്ടി കരയുമ്പോൾ വസുന്ധര പറയുകയാണ്, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, മോൾ അപ്പുവേട്ടന് വേണ്ടി പ്രാർത്ഥിക്ക്. അപ്പോൾ പിന്നെ മോളുടെ സങ്കടവും തീരും, അപ്പുവിനെ ഈശ്വരൻ കാക്കുകയും ചെയ്യും. മുത്തശ്ശി പറഞ്ഞത് ശരിയാ, പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, അപ്പോൾ അപ്പുവേട്ടന് ഒന്നും സംഭവിക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് വസുന്ധര ശ്രീകുട്ടിയെ കൊണ്ട് പൂജാമുറിയിലേക്ക് പോവുകയാണ്. അപ്പുവിനൊന്നും വരുത്തരുതേ എന്ന് രണ്ടുപേരും മനമുരുകി പ്രാർത്ഥിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അങ്ങനെ അപ്പുവിനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. പേടിയോടെ നിൽക്കുന്ന ശ്യാമയുടെ അടുത്തേക്ക് ചെന്ന് ആശ്വസിപ്പിക്കുകയാണ് അഖിൽ. തുടർന്ന് അപ്പുവിന്റെ കാര്യമോർത്ത് ജയന്തിയും കരയുമ്പോൾ എല്ലാവരും ജയന്തിയെ നോക്കുന്നു. അത് പിന്നെ കണ്ണിലെന്തോ കരട് വീണതാണെന്ന് ജയന്തി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലുള്ള കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ ചെന്ന് തന്റെ അപ്പുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശ്യാമയെയാണ്. അങ്ങനെ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു. തുടർന്ന് ഡോക്ടർ പറയുകയാണ്, മെഡിക്കൽ സയൻസിന് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, തിരിച്ച് സ്റ്റിച്ച് ചെയ്തോളൂ. അത്രയും നഴ്സുമാരോട് പറഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. എന്തായി ഡോക്ടർ എന്ന് ചോദിച്ച് അഖിലും ശ്യാമയും എല്ലാവരും ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഞങ്ങള് ആവുന്നത്ര ശ്രമിച്ചു, പക്ഷേ അപ്പുവിനെ രക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ടായില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടുന്ന് പോകുമ്പോൾ തളർന്ന് താഴേക്ക് വീഴുകയാണ് വാസുദേവൻ. പെട്ടെന്ന് തന്നെ അഖില വാസുദേവനെ പിടിച്ച് അവിടെയുള്ളൊരു കസേരയിലേക്ക് ഇരുത്തുന്നു. അതേസമയം ജയന്തി ദേവകിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പുവിന്റെ കാര്യമോർത്ത് ജയന്തിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് ദേവകി. അതേസമയം ആകെ തകർന്നു നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് ശ്യാമ പെട്ടെന്ന് തന്നെ തന്റെ കണ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്യാമ ചോദിക്കുകയാണ്, എന്റെ കണ്ണ, നീ എന്തിനാ എന്നോടിങ്ങനെ ചതി ചെയ്തത്? എന്റെ അപ്പുവിന്റെ ജീവൻ, അതിനു പകരം നിനക്ക് എന്നെ വിളിച്ചാ പോരായിരുന്നു? നിന്നെ ഞാൻ വിശ്വസിച്ചു, അത്രയ്ക്കും വിശ്വസിച്ചു. അതാണ് അച്ഛനോടും അഖിൽ സാറിനോടും ഒന്നും തന്നെ ആലോചിക്കാതെ ഞാൻ ഓപ്പറേഷന് വാക്ക് കൊടുത്തത്. എന്നിട്ട് നീ എന്നെ ചതിച്ചല്ലേ കണ്ണ? എന്റെ അപ്പുവില്ലാത്തൊരു ജീവിതം ഈ ശ്യാമയ്ക്ക് വേണ്ട. നിന്റെ മുന്നിൽ തന്നെ ഞാനും ഒടുങ്ങി തീരട്ടെ. നിന്റെ മുന്നിൽ ഞാനും അവസാനിക്കാൻ പോവുകയാ കണ്ണ. എന്റെ അപ്പുവില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ തല ശക്തമായി ആ മേശപ്പുറത്ത് ഇടിക്കുകയാണ് ശ്യാമ. അതേസമയം കണ്ണൻ വേഷം മാറി ശ്യാമയുടെ അടുത്തേക്ക് വരികയാണ്. ശ്യാമേച്ചി എന്ന് കണ്ണൻ വിളിക്കുമ്പോ ശ്യാമ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നോക്കുകയാണ്. എന്റെ അപ്പു എന്ന് ശ്യാമ പറയുമ്പോ കണ്ണൻ പറയുകയാണ്, അപ്പുവിനെന്താ? അപ്പുവിന് ഒരു പ്രശ്നവുമില്ലല്ലോ. ശ്യാമേച്ചിയുടെ കൃഷ്ണനുള്ളപ്പോ അപ്പുവിന് എന്ത് സംഭവിക്കാനാ? ശ്യാമേച്ചി ചെന്ന് നോക്ക്, അപ്പുവിന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് കണ്ണൻ പറയുമ്പോ ശ്യാമ പറയുക, നീ കള്ളം പറയുകയാ. എന്റെ ശ്യാമേച്ചി, ഞാൻ കള്ളം പറയുന്നതൊന്നുമല്ല. ശ്യാമേച്ചി ഇങ്ങോട്ടേക്ക് ഓടി വന്നില്ലേ? അപ്പോഴാ ഡോക്ടർ വന്ന് പറഞ്ഞത് അപ്പുവിന് ഒരു കുഴപ്പവുമില്ലെന്ന്. ചായ കൊടുത്തുകൊണ്ടിരുന്നപ്പോ ഞാൻ കേട്ടതാ. ചേച്ചി ചെന്ന് ഡോക്ടറിനോട് ചോദിക്ക്, അപ്പു രക്ഷപ്പെട്ടു. ഈ കണ്ണനാ പറയുന്നത്. ഇത് കേൾക്കുന്ന ശ്യാമ അപ്പുവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അതേസമയം അപ്പുവിന് ശ്വാസം കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരു മിറാക്കിളാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർ പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് ഓടി വരുന്ന ശ്യാമ എല്ലാവരോടും ചോദിക്കുകയാണ്, നമ്മുടെ അപ്പു രക്ഷപ്പെട്ടല്ലേ? തുടർന്ന് ഡോക്ടർ നഴ്സുമാരോട് പൾസൊക്കെ നോക്കാൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഡോക്ടർ പുറത്തേക്ക് വന്ന് പറയുകയാണ്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. മിറാക്കിൾ എന്ന് തന്നെ പറയാം, അപ്പുവിന്റെ ഓപ്പറേഷൻ സക്സസ് ആയിട്ടുണ്ട്. അപ്പുവിന്റെ ആയുസ് എത്ര കാലമാണോ നീട്ടിവെച്ചിരിക്കുന്നത് അത്രയും കാലം അപ്പുവിന് ജീവിക്കാനാകും. അപ്പുവിന്റെ ഹൃദയത്തിന് ഒരു കുഴപ്പവും വരില്ലെന്നും ഡോക്ടർ പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ശ്യാമ പെട്ടെന്ന് തന്നെ കണ്ണനെ കണ്ട സ്ഥലത്തേക്ക് ഓടുകയാണ്. എന്നാൽ കണ്ണൻ ഇതിനോടകം തന്നെ പോയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ശ്യാമ അവിടെ വരുന്ന ഒരു നഴ്സിനോട് ചോദിക്കുകയാണ്, സിസ്റ്റർ, ഇവിടെ ചായയൊക്കെ കൊണ്ടുവരുന്ന ഒരു ചെറിയ പയ്യനുണ്ടായിരുന്നല്ലോ, കഴുത്തറ്റം മുടിയൊക്കെ ഉള്ള. കണ്ണൻ എന്നാ പേര് പറഞ്ഞതെന്നൊക്കെ ശ്യാമ പറയുമ്പോൾ നഴ്സ് പറയുകയാണ്, അങ്ങനെ ഇവിടെ ആരും ചായയൊന്നും കൊണ്ടുവരാറില്ല. ഇവിടെ ക്യാൻറ്റീൻ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ചായ വെക്കാൻ ആരെയും സമ്മതിക്കാറുമില്ല. തുടർന്ന് സിസ്റ്റർ അവിടുന്ന് പോകുമ്പോൾ ശ്യാം അഖിലിനോട് പറയുകയാണ്, സാർ, കണ്ണൻ എന്ന് പറയുന്ന ഒരു പയ്യനാ എന്നോട് പറഞ്ഞത് അപ്പുവിന് ജീവൻ തിരിച്ചു കിട്ടിയെന്ന്. പിന്നെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, അവൻ എന്നെ ശ്യാമേച്ചി എന്നാ വിളിച്ചത്, അവൻ എങ്ങനെ എന്റെ പേരറിയാം? തുടർന്ന് അഖില് ചോദിക്കുകയാണ്, എവിടെ വെച്ചാ ശ്യാമ ആ പയ്യനെ കണ്ടത്? ദാ ഇവിടെ വെച്ച് തന്നെയാണെന്ന് ശ്യാമ പറയുന്നു. അതേസമയം അവിടെ ഒരു മയിൽപ്പീലി കാണുമ്പോ അഖില് പറയുകയാണ്, അതെ, കണ്ണൻ എന്നല്ലേ പേര് പറഞ്ഞത്, സാക്ഷാൽ കണ്ണൻ തന്നെയാ തന്റെ അടുത്ത് വന്നത്. ഇത് കേൾക്കുന്ന ശ്യാമ അഖിലിന്റെ കയ്യിൽ നിന്നും ആ മയിൽപ്പീലി വാങ്ങിയിട്ട് പറയുകയാണ്, എന്റെ കണ്ണ, നീ എന്തൊക്കെ അത്ഭുതങ്ങളാ കാണിക്കുന്നത്. ആണെങ്കിലും ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചപ്പോ എന്റെ അപ്പുവിന്റെ ജീവൻ നീ തിരികെ തന്നില്ലേ, അതിനെനിക്ക് നിന്നോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ടെന്നും ശ്യാമ പറയുന്നു.
പിന്നീട് കാണിക്കുന്നത് അപ്പുവിനെ വാർഡിലേക്ക് മാറ്റിയിരിക്കുന്നതാണ്. അപ്പുവിന് ബോധം വന്നിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ അപ്പുവിന് ചുറ്റും നിൽക്കുകയാണ്. അതേസമയം തന്നെ കണ്ണനും അവിടെ വന്ന് സന്തോഷത്തോടെ അപ്പുവിനെ നോക്കി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഓഫീസാണ്. അശ്വതി ഐശ്വര്യയുടെ ക്യാബിനിൽ നിന്നും പേപ്പറുകളെല്ലാം അടുക്കി വെക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആദി വരികയാണ്. ആദിയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അശ്വതി. തുടർന്ന് ഐശ്വര്യ ആദിയെ കാണുകയും ആദിയോട് ഇരിക്കാൻ പറയുകയും ചെയ്യുന്നു. തുടർന്ന് അശ്വതിയെ കാട്ടിക്കൊണ്ട് ഇതാരാണെന്ന് ആദി ചോദിക്കുമ്പോൾ ഇവിടുത്തെ പ്യൂണും സ്വീപ്പറും എല്ലാമാണെന്നും പുതിയ സ്റ്റാഫാണെന്നും ഐശ്വര്യ പറയുന്നു. തുടർന്ന് ആദി പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ എന്നാണെന്ന് ഐശ്വര്യ പറയുന്നു. അതെന്താ ഇയാളെ മിണ്ടത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ എന്നാ എന്റെ പേരെന്ന് അശ്വതി പറയുന്നു. അല്ല, ഇയാളുടെ വീട് എവിടെയാണെന്ന് ആദി ചോദിക്കുമ്പോൾ പരിങ്ങലോടെ ആദിയെ നോക്കുകയാണ് അശ്വതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.